വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് ബ്രെഡ് വെച്ചിട്ട് തവയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തെ കഴിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ബ്രെഡ് പിസ്സ തയ്യാറാക്കാൻ വേണ്ടി 4 പീസ് ബ്രെഡാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള ഒരെണ്ണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചോളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ചില്ലി ഫ്ലെക്സ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, ചീസ് അമൂലിൻ്റെ ചീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഒറിഗാനോ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പിസ്സ സോസ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ കോൺ ഇട്ട് കൊടുക്കുവാണ്. ഈ ചോളം ഇല്ലെങ്കിൽ ഇടണ്ട. പിന്നെ തക്കാളി ഉള്ളിയും ക്യാപ്സിക്കവും ഇട്ടാൽ മാത്രം മതി. അതല്ലെങ്കിൽ പിന്നെ പനീറുണ്ടെങ്കിൽ പനീർ ഇടാം. ഇത് എൻ്റെ അടുത്ത് കോൺ ഉണ്ടായതുകൊണ്ട് ഞാൻ കോൺ ഇടുക. കോണൊക്കെ നല്ല കേട്ടോ, അതുകൊണ്ടാണ് ചോളം. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട്, ടൊമാറ്റോ. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വലിപ്പമൊക്കെ കുറച്ചുകൂടെ ചെറുതാക്കണേ ആക്കാൻ. ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും ഈ ഷേപ്പിൽ അരിഞ്ഞിട്ടിരിക്കുക. കുറച്ച് ചില്ലി ഫ്ലെക്സൊക്കെ എല്ലാ കടയിലും കിട്ടും. വാങ്ങിച്ചില്ലെങ്കിൽ 1-2 വറ്റൽമുളക് എടുത്ത് ചതച്ചെടുത്താൽ മതി. ഉപ്പ് ആവശ്യത്തിന്. ഈ ഒറിഗാനോ കുറച്ച് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പിസ്സ സോസ് നമുക്ക് ഓരോ ബ്രെഡിലും കുറേച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തേച്ച് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും സേസ്വാൻ ചട്നിയും കൂടെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ചീസ് എത്ര ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും പിസ്സയ്ക്ക്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ ഈ ബ്രെഡ് പിസ്സ. പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കുക. വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഫുഡാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇടാം. ഇനി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പിസ്സയ്ക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇനി നമുക്ക് തവയിൽ വെച്ചത് ബേക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് പിസ്സ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് പാനിനകത്തോ തവയ്ക്കകത്തോ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഓവനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ 2 പീസ് വീതം ആദ്യം റെഡിയാക്കി എടുക്കാം. ഇത് അടച്ച് മൂടി 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഓവനകത്ത് വയ്ക്കുകയാണെങ്കിൽ 10 തൊട്ട് 12 മിനിറ്റ് വരെ വേണ്ടി വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.